ജാനകിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം. പുഞ്ചപ്പാടം വടക്കേക്കര മലയംപറമ്പ് വീട്ടിൽ ജാനകിയും അമ്മയും പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളും താമസിക്കുന്നത് യാതൊരുവിധ അടച്ചുറപ്പുമില്ലാത്ത വീട്ടിലാണ്. ലൈഫ് മിഷനിൽ പഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകാനുള്ള തുക അനുവദിച്ചെങ്കിലും വീട് പൊളിക്കാൻ ഭർത്താവിന്റെ സഹോദരങ്ങൾ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ വീട്ടു നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ചാണ് അപേക്ഷ നൽകിയത്. ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഈ രീതിയിലുള്ള അപേക്ഷ നൽകിയതെന്ന് ജാനകി പറഞ്ഞു. ഇപ്പോൾ വീട് പൊളിക്കാൻ സമ്മതിക്കില്ലെന്നും സ്വന്തമായ സ്ഥലത്ത് വീട് നിർമ്മിച്ചാൽ മതിയെന്നുമാണ് ഭർത്താവിന്റെ സഹോദരങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ പഞ്ചായത്ത് അധികൃതരോടും വാർഡ് മെമ്പറോടും കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അപേക്ഷ നൽകിയ സ്ഥലത്ത് മാത്രമേ വീട് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാൻ കഴിയൂ എന്നാണ് അറിയിച്ചതെന്ന് ജാനകി പറഞ്ഞു. ഈ പ്രതിസന്ധിക്കാണ് പരിഹാരം കാണേണ്ടത്. ഇല്ല എങ്കിൽ അനുവദിച്ച തുക നഷ്ടമാകും. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വങ്ങളും പഞ്ചായത്ത് ഭരണ നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടണം. പരിഹരിക്കാൻ പറ്റാത്ത വിഷയമൊന്നുമല്ല ഇത്. അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്താതെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞാൽ ജാനകിക്കും മക്കൾക്കും അമ്മയ്ക്കും അതൊരു വലിയ ആശ്വാസം ആകും. അതായത് ഈ വീട് പൊളിച്ച് പണിയാ പറഞ്ഞിട്ടാണ് നമ്മൾ ലോണിന് അപേക്ഷ കൊടുത്തത്. പക്ഷേ ലോണിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കൈ കിട്ടേണ്ട സമയമാകുമ്പോൾ ഇവർക്ക് പാർട്ടീഷൻ കഴിയാത്ത കാരണം വീട് പൊളിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വർണം പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്തതിന് 10 സെൻറ്റ് സ്ഥലം എനിക്ക് എൻ്റെ കുട്ടികളുടെ പേരിൽ തന്നിട്ടുണ്ട്. പാർട്ടീഷനായിട്ട് തന്നിട്ടില്ല. പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് വീട് പൊളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആ 10 സെൻറ്റിലേക്ക് എൻ്റെ സ്വർണം കൊടുത്തതിന് തന്ന സ്ഥലത്തേക്ക് നമുക്ക് വീട് കെട്ടാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? ഞാനും 2 കുട്ടികളും അമ്മയും കൂടി എന്ത് ചെയ്യുക? അല്ല, ഈ വീട് നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ വീട് പണിയെന്ന് നിർബന്ധമില്ല. കാരണം അത് പലരുടെ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല, നമുക്കുള്ള അവകാശവും തന്നിട്ടില്ല. അതിൽ അവർ പറയണത് അമ്മയുടെ കാലശേഷമാണ് പാർട്ടീഷൻ തരാൻ പറ്റുള്ളൂ, വീട് പൊളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അത് ആർക്കും ഇത് തരാൻ താല്പര്യമില്ല, വീട് പൊളിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ ലോൺ നിങ്ങൾ എഴുതിയത് ഈ സ്ഥലത്ത് വെച്ചിട്ട്? അതെ, ഈ സ്ഥലത്തിന് വീട് പൊളിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലോണിന് അപേക്ഷ വെച്ചത്. അത് അവരങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ അപേക്ഷ വെച്ചത്. അതുകൊണ്ട് റേഷൻ കാർഡിൽ അവർ പറയണു, പഞ്ചായത്ത് എന്ന് പറയുന്നത് കെട്ടിട നമ്പറും പിന്നെ കാർഡിൻ്റെ ഉടമ ഞാനും പിന്നെ ഈ ഒരു പേരിൽ ഒരു വീടുള്ളപ്പോൾ അവർ വേറെ വീട് തരില്ല എന്നാണ് പറയണത്. ഇതിൽ പാർട്ടീഷൻ കഴിയാതെ നമുക്ക് ഇത് പൊളിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവർ പാർട്ടീഷൻ തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സ്വർണം കൊടുത്തതിനുള്ള സ്ഥലത്തേക്ക് എനിക്കൊരു വീട് വെക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണം. കാരണം എൻ്റെ 2 കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ്. ഞാനൊരു കടയിൽ നിന്നിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു വീട് വെക്കാൻ ഇതാക്കി തരാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണം. പഞ്ചായത്തുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റേഷൻ കാർഡിൽ ഞാൻ അത് എൻ്റെ പേരിലാണ് റേഷൻ കാർഡ്, അതിലാണ് വീട്ടു നമ്പർ കിടക്കുന്നത്. അമ്മ എൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ വീട് പൊളിക്കാതെ അവർ വേറെ വീട് അതിൽ ലോണ് തരാൻ പറ്റില്ല, സാറുമാർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത്. ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ പണിയണം, വീട് പൊളിച്ചാലാണ് അവർ ലോണ് തരുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഇവർ പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് വീട് പൊളിക്കുള്ളൂ എന്നാണ് ഇവർ പറയണത്. പാർട്ടീഷൻ കഴിയാതെ വീട് പൊളിക്കില്ല. പിന്നെ അവർക്കൊന്നും താല്പര്യമില്ല ഈ വീട് പൊളിക്കാമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളും അമ്മയും കൂടി ഇക്കൊല്ലം മഴയും കൂടി ആയ 2-3 വർഷമായി, 11 വർഷമായി ഭർത്താവ് മരിച്ചു. വീട് ആരുടെ പേരിലാണ്? വീട് അച്ഛൻ്റെ പേരിലാണ്. നമ്മുടെ പേർക്കൊന്നും ആക്കിയിട്ടില്ല, അച്ഛൻ്റെ പേരിലുണ്ടായിരുന്നത്. അച്ഛൻ മരിച്ചു പോയി. ഇപ്പോൾ അമ്മയും ഞങ്ങൾ മക്കളും കൂടിയാണ് ഇവിടെ. വേറെ 4 ആണുങ്ങളും അതിലത്തെ ചെറിയ ആളുടെ ഭാര്യയാണ് ഞാൻ. ആൾ മരിച്ചിട്ട് ഇപ്പോൾ 11 വർഷമായി. അപ്പോൾ ഞാനും കുട്ടികളും കൂടി എന്ത് ചെയ്യുക? ഞങ്ങൾക്കൊരു വീട് വെക്കാനുള്ള വരുമാനമില്ല. ഞാൻ നല്ല കടകളിൽ നിന്നിട്ടാണ്, കടയിൽ ഇപ്പോൾ ഒരു കടയിൽ പോകുന്നുണ്ട്, അത് വേറെ ആളുടെ കടയാണ്. അതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ട് ചിലപ്പോൾ 9-10 മണിയൊക്കെ ആവും വരാൻ. അതിൽ നിന്ന് പണിയെടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള വരുമാനമില്ല. അപ്പോൾ ആ ലോൺ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവർ സ്വർണം പെങ്ങളെ കെട്ടിക്കാൻ കൊടുത്തതിൽ ആ സ്ഥലത്തേക്ക് ഒരു വീട് വെച്ച് വരാൻ പറ്റുമെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരും. അല്ലാതെ ഇപ്പോൾ ഇവർ തരില്ല പറഞ്ഞാൽ, നമ്മളിപ്പോൾ വീട് പൊളിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്താ ഞങ്ങൾ ചെയ്യുക? വാർഡ് മെമ്പറോട് വാർഡ് മെമ്പറോട് പറയുമ്പോൾ അവർ പറയണത് ഇവരോട് പറയാനാണ്. ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറയണം ഇവർക്ക് ആർക്കും താല്പര്യമില്ല വീട് പൊളിക്കാമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വർണം കൊടുത്തതിൽ തന്ന സ്ഥലത്തേക്ക് എനിക്ക് വീട് വെക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ ഈ വർഷം മഴ പെയ്ത ഞാനും എൻ്റെ കുട്ടികളും തള്ളയും കൂടി ആകെ വെള്ളത്തിലാവും. അമ്മയും എൻ്റെ കൂടെയാണല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ 2-3 കൊല്ലമായി ഇപ്പോൾ ഈ ചോരണ വീട്ടിലിരിക്കുന്നു. വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം, ബാക്കൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവാറായിട്ടാണ് കിടക്കുന്നത്. കുട്ടികളും ഞാനും കൂടി എന്താ ചെയ്യുക? ഒരാളാണെങ്കിൽ 9-ൽ, ഒരാൾ +1-ന്. പഠിക്കാനുള്ള കാര്യം എല്ലാറ്റിനും ഞാൻ തന്നെ വേണം. കടയിൽ നിന്നിട്ട് എല്ലാ കാര്യവും കൂടി നടന്നു പോകണം.